എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്ന വിജയലക്ഷ്മിയോട് ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ ഗീതു ചോദിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗീതു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വിജയലക്ഷ്മിയാണ് തന്റെ അമ്മയെന്നറിഞ്ഞപ്പോ, ഗോവിന്ദന്റെ അമ്മയാണ് വിജയലക്ഷ്മി. അതൊക്കെ അറിഞ്ഞപ്പോ ഗീതു സന്തോഷത്തില് വിജയലക്ഷ്മി ദക്ഷിണയൊക്കെ കൊടുക്കുകയാണ്. വിജയലക്ഷ്മി ഗീതുവിനെയും രഞ്ജുവിനെയും ചേർത്ത് പിടിക്കുക. വിജയലക്ഷ്മിയുടെ ഗീതു പറഞ്ഞു, എന്തിനാ അമ്മ ഇത് മറച്ചു വെച്ചേ? ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മേനെ വെറുക്കുമെന്ന് കരുതിയിട്ടാണോ? ഒരു കാരണവശാലും എനിക്ക് അമ്മേനെ വെറുക്കാൻ പറ്റില്ല. ഇപ്പോഴെനിക്ക് അമ്മയോട് സ്നേഹം കൂടിയിട്ടുള്ളെന്ന് പറയാണ്. രഞ്ജുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലും നീയെങ്കിലും ഈ സത്യം എന്നോട് തുറന്നു പറഞ്ഞില്ലോ, നിനക്കെങ്കിലും പറയാമെന്ന് പറയാം. അറിയാലോ ഗീതു, ഗോവിന്ദൻ ഈ കാര്യം ആരോടും തുറന്നു പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ പറയാതിരുന്നേ. ഗോവിന്ദൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞ് ഈ കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന്, അമ്മേനെ കുറ്റപ്പെടുത്തണമെന്ന് പറയാം. എന്നാലും രണ്ടുപേരും കൊള്ളാട്ടോ. ഇതൊക്കെ ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ കഴിഞ്ഞു? അതും എന്റെ മുന്നിൽ എത്ര നന്നായിട്ട് അഭിനയിച്ചെന്ന് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല, ജീവിതമായി പോയില്ലേ ഗീതു എന്ന് ചോദിക്കുക. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മിനെ വിളിച്ചിട്ട് ഗീതു, അതെ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ വിജയലക്ഷ്മി എന്താ ചോദിക്കാളോ, എന്താളും ചോദിക്കുക. അതെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയാന്ന് പറ. ഇനി അമ്മയുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറ. അമ്മ എന്തുകൊണ്ടാ അറക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? രാധികാമ്മ അവിടെ എങ്ങനെയാ കയറി പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒരു നിമിഷം വിജയലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. എന്താ അമ്മ എന്താണെന്നും മിണ്ടാതിരിക്കുന്നത്? ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാതെ. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാൻ പറ്റില്ലേ? അമ്മ സത്യം ചെയ്ത് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞാലും ഗീതു, പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ മാധവേട്ടനും ഗോവിന്ദനും വാക്ക് കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആരോടും തുറന്നു പറയില്ല. അപ്പൊ എനിക്കത് അവരുടെ പെർമിഷൻ ഇല്ലാതെ പറയാൻ പറ്റില്ല. ഇനിയിപ്പം മാധവേണ്ട അനുമതി കിട്ടത്തില്ലോ. ഇനിയിപ്പോ ഗോവിന്ദുണ്ട്, അവന്റെ അനുമതി ഇല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണേ. ഞാൻ വാക്ക് കൊടുത്തു പോയതാന്ന് പറയണേ. വേണ്ട, നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. എല്ലാവരുടെ മനസ്സിൽ കുറച്ച് രഹസ്യങ്ങളുണ്ട്, എന്നിട്ട് അതെല്ലാം ഇങ്ങനെ മൂടി വെക്കും. അവസാനം വരുമ്പോ ഒരു പൊട്ടിത്തെറിയോട് കൂടി അതങ്ങോട്ട് അവസാനിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതിനേക്കാളും വലിയ ട്വിസ്റ്റുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അതൊന്നും എനിക്കിപ്പോ പറയാൻ നിവൃത്തിയില്ല, അതെന്നോട് ചോദിക്കരുതെന്ന് പറയണം. എനിക്ക് മനസ്സിലായി, വേണ്ട പറയണ്ട. രാധികാമനെ കുറിച്ചും വരണ്ടേട്ടനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, അവരെങ്ങനെ അറക്കൽ കുടുംബത്തിൽ കയറി പറ്റിയെന്നൊക്കെ. അധികം വൈകാതെ തന്നെ എന്റെ മുന്നില് ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഗോവിന്ദണ്ണ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയും. ഗോവിന്ദൻ ഇനി അതേ കാലം എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറയണം. വിജയലക്ഷ്മിക്കറിയാം, ഇവളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കും. പിന്നീട് നേരെ ചെല്ലുന്ന രഞ്ജുവിന്റെ അരിയിലേക്കായിരുന്നു. രഞ്ജുവിന്റെ അടുത്ത് ഇപ്പം രഞ്ജു ചോദിച്ചു, എന്താ ഗീതു? അതെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്താ? അവിടെ രാധികാമ്മ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അറക്കൽ വീട്ടിൽ നിന്ന് അമ്മ അവിടുന്ന് പിണങ്ങി പോരണമെങ്കിൽ അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രാധികാമ്മയാണ് എൻ്റെ മെയിൻ കാരണം. രാധികാമ്മ എന്തോ ഒരു പണി ഒപ്പിച്ചുകൊണ്ടാണ് അമ്മ അവിടുന്ന് പോന്നിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്നും കണ്ടുപിടിക്കണം. രാധികാമ്മയുടെ സ്വഭാവം അറിയാലോ. ഇത് കേട്ടപ്പോൾ രഞ്ജു പറഞ്ഞു, ഇതൊക്കെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്താ പക്ഷേന്ന് പറഞ്ഞേ? എന്തോ കാര്യമുണ്ടല്ലോ. അല്ല നീ എന്തിനാ ഇവിടുന്ന് അമ്മയോട് പണങ്ങി മാറി വന്ന് നിന്നേന്ന് ചോദിക്കണം. അല്ല അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താ ഇനി നിനക്കുണ്ടോ രഹസ്യങ്ങൾ? എല്ലാവർക്കും ഇവിടെ രഹസ്യങ്ങളാണല്ലോ. ഇനി എന്തെങ്കിലും ആ രഹസ്യങ്ങളുടെ കലവറയൊന്നും തുറക്കുമെന്ന് ചോദിക്കുകയാണ്. അതിന് സമയമായില്ല ഗീതു, സമയമാകുമ്പോ അതൊക്കെ പറയാന്ന് പറയാ. ഗീതുവിന് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഗീതു പറഞ്ഞു, കുഴപ്പമില്ല പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചാളെന്ന് പറയണേ. ഈ സമയം വരുണിന്റെ അടുത്തേക്ക് രാധികാമ്മ ചെല്ലുന്നുണ്ട്. രാധികാമ്മ എന്നിട്ട് പറഞ്ഞു, അതെ ആ രഞ്ജു ഉണ്ടല്ലോ, അവളെ എങ്ങോട്ടാ മാറ്റിയിരിക്കുന്ന അറിയത്തില്ല. എത്രയും പെട്ടെന്ന് അവളെ എവിടെയാന്ന് കണ്ടുപിടിക്കണം എന്ന് പറയാം. ഒരുപക്ഷെ അവൾ ആ വിജയലക്ഷ്മിയുടെ അടുത്താണെന്ന് അറിയില്ല എന്ന് പറയാ വരുണിനോട്. വരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിഷമിക്കണ്ട, അമ്മ വിഷമിക്കണ്ട, സുവർണ അതൊക്കെ കണ്ടുപിടിച്ചോളും വിജയലക്ഷ്മിയുടെ അടുത്താണെങ്കിൽ. പക്ഷെ ഞാൻ നമ്പർ ഇറക്കിയിട്ടുണ്ട്, ഞാൻ പ്രിയമോളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും പ്രിയമോളെ രഞ്ജുവിനെ ആ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. പക്ഷെ അത് എത്ര നാളമ്മേ ഗോവിന്ദായിട്ട് സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവളെ ഉറപ്പായിട്ടും അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയാണ്. പിന്നെ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയമോളെ ഏറ്റവും നല്ല ആയുധം എന്ന് പറയാണ്. ഇപ്പൊ തന്നെ പ്രിയമോള് നല്ല ദേഷ്യത്തിലാ. ഇനി ഇപ്പൊ വൈകുന്നേരം ഗോവിന്ദ് വന്നു കഴിയുമ്പത്തേനും വാക്യങ്ങളെ കണ്ടോ, അവൾ എന്താണെന്ന് ചെയ്തോളാന്ന് പറയാണ്.
ഈ സമയത്ത് അവർണിക രണ്ടും കൽപ്പിച്ചായിരുന്നു. കിഷോർ എങ്ങനെയും പുറത്തു പോകുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യണം. അവൻ്റെ ലാപ്ടോപ്പിനകത്ത് കയറി അതൊന്ന് നോക്കണം. പക്ഷെ അവന് വ്യത്യസ്ത ഏതെങ്കിലും വേറെ വേറെ ഫോൾഡറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. കാരണം ആരെങ്കിലും പോയി സെർച്ച് ചെയ്താൽ പോലും ഒരു കാരണവശാലും അത് കൈ കിട്ടരുത്. രാധികാമ്മയുടെ വരുണിൻ്റെ സുവർണയുടെ ഒക്കെ ആ വീഡിയോസൊക്കെ അത് കൈ കിട്ടിയാൽ മാത്രമേ ഇനിയിപ്പം ഗീതുവിന് രക്ഷയുള്ളൂ. ഗീതുവിന് രാധികാമ്മയുടെ ഒക്കെ കള്ളത്തരം വിളിച്ചത് കൊണ്ടുവരണമെങ്കിൽ ആ വീഡിയോസ് കിട്ടണം. എന്താ ഒരു വഴി? എന്തായാലും കാണിച്ച രക്ഷയുള്ളൂ. അവൻ്റെ ലാപ്ടോപ്പ് കയ്യിലാക്കണം. അവനാണ് ഇപ്പോൾ ഒരു ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്, കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം. പിന്നെ എന്താ മാർഗം എന്നോർത്ത് അവരുടെ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ ഉള്ളിലൊരു ചിന്ത വന്നേ. ഒരുപക്ഷെ അവന് കുതന്ത്ര ബുദ്ധിയുടെ ആളാ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ എന്തേലും ബുദ്ധി പ്രയോഗിച്ചായിരിക്കും അവൻ ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തുറക്കാനായിട്ട് ഫോൾഡർ ഓപ്പൺ ആക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കണം. അല്ലാതെ ഇനിയിപ്പം മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് ഗീതുവിനെ വിളിക്കുന്നുണ്ട് അവർണിക. ഗീതുവിനെ വിളിച്ചിട്ട് ഗീതുവിനോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഗോവിന്ദന്റെ അമ്മ വിജയലക്ഷ്മിയാന്ന് അറിഞ്ഞല്ലോ. പക്ഷെ ഇത് അവർണയോട് പറയണോ വേണ്ടെന്ന് ആദ്യം ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് അവർണയോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇത് കേട്ട് അവർണയ്ക്കും അത്ഭുതമായിരുന്നു. അവർണയോട് കൊള്ളാലോ, അപ്പൊ ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ അവര് മറച്ചു വെച്ചില്ലേന്ന് ചോദിക്കണം. എന്താന്ന് എനിക്ക് അറിയത്തില്ല അവർണിക, പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ ട്വിസ്റ്റുകളുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ രാധികാമ്മയുടെയൊക്കെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും. നീ ധൈര്യമായിട്ടിരിക്കും ഗീതു, ഒരു കാരണവശാലും നിനക്കൊരു തോൽവി ഉണ്ടാവില്ലെന്ന് പറയാണ്. അങ്ങനെ ഗീതുവിന് ധൈര്യം കൊടുത്തിട്ട് അവർണിക ഫോൺ വെക്കുക. പിന്നീട് ഗീതു എന്ത് ചെയ്യുക, നേരെ വിജയലക്ഷ്മിയോടും രഞ്ജുവിനോടൊക്കെ എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പം അധികം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ തിരക്കും. ഈ സമയത്ത് രഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദ്. പക്ഷെ എവിടെയാന്ന് രഞ്ജു പറഞ്ഞില്ല. ഒരു പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗീത അവരുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ ഗീത ഓർത്തു, ഗോവിന്ദേട്ടനോട് പറഞ്ഞാലും രഞ്ജു ഇവിടെയാന്നുള്ള കാര്യം പറയണോ വേണ്ടയോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. പറയാതിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ അജാസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അജാസ് ചല്ല ഇനി പോയേക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. പോണം, പക്ഷെ അതിനു മുമ്പ് വേറൊരു പ്ലാനും കൂടെ. പ്ലാൻ? എന്ത് പ്ലാന്? അതൊക്കെ നോക്കിയോ, ഞാനൊരു വേറൊരു പ്ലാനും കൂടെ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ എന്ത് പ്ലാൻ അടുത്ത്? ഇതേ ഓരോ പ്ലാൻ നടത്തി ഓരോ സത്യങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ അടുത്ത് എന്താണ്ട് എന്നോട് പറ പെങ്ങളെന്ന് പറയാണ്. അല്ല നമുക്കൊരു കാര്യം, ഗോവിന്ദാണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലെന്ന് ചോദിക്കുക. ഗോവിന്ദാണ്ട് ഇങ്ങോട്ട് വിളിച്ചാണ്. ആഹാ, ഗോവിന്ദ് സാറ് വരുമോ എന്ന് ചോദിക്കുകയാണ്. രഞ്ജു ഇവിടെ ഉണ്ടെന്ന് പറയണം, ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ്. ഇനിയിപ്പം ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ഇനിയിപ്പം ഗോവിന്ദൻ അറിയുവോ? അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല. രഞ്ജു പറയില്ല, പോരാത്തന്നെ വിജയലക്ഷ്മി അമ്മയും പറയത്തില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ മാത്രം അറിയത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ, വിളിക്കാൻ പറയണം. അങ്ങനെ ഗീതു നേരെ ഗോവിന്ദനെ വിളിക്കുവാണ്. ഈ സമയം ഗോവിന്ദൻ നീ എവിടെയാ ഗീതു എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഗോവിന്ദനെ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താ. എവിടെയാന്ന് പറ. അല്ല നീ രഞ്ജുവിനെ എവിടെയാ ആക്കിയിരിക്കുന്നേ? അവളെ ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയാണ്. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ ഗോവിന്ദൻ എന്നെ ചീത്ത പറയുന്ന ചോദിക്കുക. എന്താ? ഗോവിന്ദൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ അവളെ ആക്കിയേക്കെന്ന് പറയണം. ഇഷ്ടമില്ലാത്ത സ്ഥലത്തോ? എവിടെയാന്ന് പറ ഗീതു എന്ന് പറയണം. അതെ ഞാൻ ആക്കിയേക്കുന്ന എവിടെയാന്നറിയോ? വിജയലക്ഷ്മി അമ്മയുടെ അടുത്താന്ന് പറയണേ. ഇത് കേട്ടതും ഗോവിന്ദൻ്റെ ഒരു ഞെട്ടോടെ. അവിടെയോന്ന് ചോദിക്കണം. അതെ. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, ശരി ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീതുവിന് മനസ്സിലായി ആളിപ്പം തന്നെ ഇങ്ങോട്ട് എത്തും. ഒരു പക്ഷേ രഞ്ജുവിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനാണോ, ഇനി കൂട്ടിക്കൊണ്ട് വേറെ എവിടെയെങ്കിലും ആക്കാനാണോ, ഇനിയിപ്പോൾ എന്താണെന്നും അറിയാൻ പറ്റില്ല. ഇപ്പം തന്നെ വരും. ആ സമയത്ത് താൻ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല, താൻ ഇവിടെ വേണം. നേരെ ഗീതു എന്ത് ചെയ്യണം, അതെ അജാസിക്ക പൊക്കോ, ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറയണം. അങ്ങനെ ഗീത രണ്ടാമത് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും വിജയലക്ഷ്മി വെച്ചു, അല്ല മോളെ നീ പോയില്ലേ? നീ പോവാന്ന് പറഞ്ഞു പോയിട്ടോ? അതെ ഞാനിപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്ന് പറയണം. അതെന്താ ഇപ്പം പോകുന്നില്ലാത്ത? അതൊക്കെ ഉണ്ട്. അതെ ഇപ്പം ഇങ്ങോട്ടൊരാൾ വരുമെന്ന്. ആളോ? അതാരാ? അതെ നിങ്ങളുടെ മോന്. മനസ്സിലായില്ല, എൻ്റെ ഭർത്താവ് ഗോവിന്ദ്. അവൻ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കണം. പെട്ടെന്ന് രഞ്ജുവിന് പേടിയായി. ദൈവമേ, ഗോവിന്ദേട്ടൻ ഇങ്ങോന്ന് പ്രശ്നം ഉണ്ടാക്കുവേ. പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും, ഗോവിന്ദേട്ടൻ വരട്ടെ എന്ന് പറയണം. ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയേ എൻ്റെ അമ്മായിമ്മ എൻ്റെ നാത്തൂനോട് കൂടി കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചാലോ, അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നേന്ന് പറയാണ്. ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയായിരുന്നു. ദൈവമേ, ഇനി ഗോവിന്ദ് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? താന് ഇവരുടെ സത്യങ്ങൾ എങ്ങനെ തുറന്നു പറഞ്ഞെങ്ങാനും ഗോവിന്ദ് അറിയോ? ഗീതയോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇപ്പം നീ പറയരുത്, ഞാൻ നിന്റെ അല്ല ഗോവിന്ദന്റെ അമ്മയെന്നുള്ള കാര്യം അറിഞ്ഞ കാര്യം നീ ഒരു കാരണവശാലും പറയരുതിട്ടോ എന്ന് പറയണം. അത് വെച്ച് ഗീത ചോദിച്ചു, അതെന്താ അങ്ങനെ? പറയണ്ട, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ
ഗോവിന്ദ ഇപ്പൊ ഈ കാണിക്കാൻ സ്നേഹം പോലും പിന്നീട് കാണിച്ചെന്ന് വരില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അന്തം വിട്ട് ഗീതു ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലത്തെ ഫുൾ വിശേഷത്തിൽ വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.